ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെ വീട്ടിൽ നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് വർക്കൗട്ട് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് കുറക്കാം. ആ വീഡിയോ ഞാൻ നാളെ മുതൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്ലോഡ് ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, എന്താ വീഡിയോ കാണാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാല് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടോ എക്സസൈസ് എന്ത് എക്സസൈസ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എക്സസൈസ് അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ 20% മാത്രമേ അതിന്റെ റിസൾട്ട് തരൂ. ബാക്കി 80% നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മളെ ലൈഫ് സ്റ്റൈല് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഓക്കെ തീർച്ചയായിട്ടും അത് നമുക്ക് വെയിറ്റ് ലോസിനെ പറ്റി നന്നായിട്ട് ചിന്തിക്കാവുന്നതാണ്. ചിലവർക്ക് പട്ടിണി കിടക്കാണ്ട് വരും. ഇവർ പറയും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്നോട് ട്രെയിനർ പറഞ്ഞു ഇത് കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല. പട്ടിണി കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പട്ടിണി കിടന്നിട്ട് ഇതാൻ എനിക്ക് പറ്റേയില്ല ചിലവർ പറയുന്ന ഒരു കാര്യമാണ്. പട്ടിണി കിടക്കണം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഹെൽത്തി ഫുഡ് നമ്മൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താ പറയാ ഹാബിറ്റ് ആക്കണം. ഐസ്ക്രീം, ഞാൻ ഇന്നിപ്പോ ഐസ്ക്രീം കഴിച്ചു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഈവനിങ് ഒരു ഐസ്ക്രീം കഴിച്ചു എന്ന് വിചാരിച്ചു, ഞാൻ നൈറ്റ് അതെന്റെ ഡിന്നർ ആക്കുന്നു. ഞാൻ നൈറ്റ് വേറൊന്നും കഴിക്കത്തില്ല. അത് ആ ഐസ്ക്രീം ആയിരിക്കും അന്നത്തെ നൈറ്റിലെ എന്റെ ഡിന്നർ. അപ്പൊ ഞാൻ വേറെ നൈറ്റ് വേറെ ഒരു ഫുഡും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അന്നൊരു ഐസ്ക്രീം കഴിച്ചു, ഞാൻ തടി വെക്കൂ, അങ്ങനത്തെ ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒരുപാടുണ്ട്. നമ്മൾ എന്താ പറയുക, പുറത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റ് പോയിട്ടൊക്കെ ഹെവിയായിട്ട് ഭക്ഷണം കഴിക്കും. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ രുചിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് ഇതൊക്കെ. ഹെൽത്തി ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലതാണല്ലോ എന്ന് തോന്നി നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ഇതൊക്കെ. ഹെൽത്തി ആയിട്ട് ഫുഡ് നമ്മൾ ഡെയിലി നമ്മൾ ഫുഡിൽ ആഡ് ചെയ്താൽ നമുക്ക് ചോറ് ഉപേക്ഷിക്കണം ഞാൻ പറയത്തില്ല. ചോറും മധുരവും കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ്, പക്ഷെ അതിനൊരു ലിമിറ്റ് വെക്കണം. ലിമിറ്റ് നമ്മൾ വെച്ചേ മതിയാവും. പക്ഷെ നമ്മളെ വെയിറ്റ് ഇപ്പൊ ഹെവി ആയിട്ടുള്ള ഒരാളാണെങ്കിലും തീർച്ചയായിട്ടും ഡയറ്റ് ഫോളോ ചെയ്തേ മതിയാവും. ഒബീസ് ആയിട്ടുള്ള കുറെ പേരുണ്ടാവും, അവർക്ക് ഡയറ്റ് ഫോളോ ചെയ്ത് വേറെ ഒരു ഓപ്ഷനും ഇല്ല. എന്നാൽ എനിക്ക് ഇഷ്ടമുള്ള കഴിക്കാതിരിക്കാൻ പട്ടിണി കിടക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ റൈസ് കഴിക്കുന്നത് തന്നെ നമ്മൾ കുറച്ച് റൈസും അതിൽ ഒരുപാട് പ്രോട്ടീൻ വെജും ആഡ് ചെയ്തിട്ട് കഴിക്കാം. അപ്പൊ പിന്നെ അത് ഒരു ഹെൽത്തി ഹാബിറ്റ് ആക്കാം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ, വെയിറ്റ് ലോസിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ മുതൽ ഞാൻ എന്തായാലും വീഡിയോ ഇടും. അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. ഫുഡ് തന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള വെജിറ്റബിൾസ് അതൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യുക. എഗ്ഗ് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. പിന്നെ പറ്റുന്നതും നൈറ്റ് നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് കുറച്ചു നേരം വാക്ക് ചെയ്യാം. മൊബൈൽ സംസാരിച്ചുകൊണ്ട് വാക്ക് ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും മടിയിലൊരു കാര്യമാണ് നടക്കുക. മൊബൈൽ സംസാരിച്ചുകൊണ്ട് നടക്കാം, ഹസ്ബൻഡിന്റെ കൂടെ നടക്കാം, കുട്ടികളുടെ കൂടെ നടക്കാം. ഇതൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും വെയിറ്റ് ലോസിനെ പറ്റി ചിന്തിക്കാം. അപ്പൊ നാളെ മുതൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ വീട്ടിൽ നിന്ന് ജിമ്മിൽ പോവാതെ ചെറിയ വർക്കൗട്ടുകൾ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. അപ്പൊ ഇതും കൂടി നിങ്ങളൊന്ന് കറക്റ്റ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.